ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഇതിലുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാനൊരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത്. ഒരു തേങ്ങാച്ചോറാണ്. അത് എല്ലാവർക്കും അറിയണത് തന്നെയാണ്. പക്ഷേ അത് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് എങ്ങനെയൊരു തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറയാൻ പോണത്. അത് കുക്കറിലാണ് ചെയ്യണത്. ഓക്കെ, എൻ്റെ ചാനലിൻ്റെ പേര് വെറൈറ്റി തോട്ട്സ് എന്നാണ്. അപ്പോൾ അതെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറ് എങ്ങനെയാണ് കുക്കറിൽ വെക്കുക എന്ന് നമുക്ക് നോക്കാം. ഒരു 4 ഗ്ലാസ് അരി കൊണ്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് അരി എടുക്കുക. ഞാൻ 4 ഗ്ലാസ് അരി വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അരിയിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, ചെറിയ ഉള്ളിയാണ്. ആ ചെറിയ ഉള്ളി നമ്മൾ അരിയണതിന് പകരം ഞാൻ മിക്സിയിലിട്ട് ഒന്നിന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അതിടുക. പിന്നെ കുറച്ച് ഉലുവ എടുക്കുക. ഒരു കയ്യിൽ ഉലുവയാണ്. 4 ഗ്ലാസ് അരിക്ക് ഒരു കയ്യിൽ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് അതും അതിലേക്ക് ഇടുക. ഒരു 2 തേങ്ങ നന്നായിട്ട് ഇട്ടാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ലോണം തേങ്ങ വേണം. ഞാനൊരു 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പും ചേർക്കണം കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യണോ അത്രത്തോളം തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ അരിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും. അതായത് നമ്മൾ നല്ല വേവുള്ള അരിയാണെങ്കിൽ നമ്മൾ എടുക്കുന്നതിലും അധികം വെള്ളം വേണം. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 4 വിസിൽ വേവിച്ചു. കുക്കർ ഒരു 10 മിനിറ്റോളം ആ പ്രഷറിൽ തന്നെ കിടന്നിട്ട് 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ കുക്കർ തുറന്നിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല ചിക്കൻ കറീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബീഫ് കറി അല്ലെങ്കിൽ വെറുതെ ഒരു കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും ഒരു ഫസ്റ്റ് വീഡിയോ ചെയ്താൽ എന്നുള്ളത്. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പ്രോത്സാഹനം ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ടും വേണം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.